ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ഫ്ലാറ്റ് മോഡിലായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്നലെ US മാർക്കറ്റ് ഒരു നെഗറ്റീവ് മോഡിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതുപോലെ പല ഏഷ്യൻ മാർക്കറ്റുകളും ഒരു ഫ്ലാറ്റ് മോഡിലും നെഗറ്റീവ് മോഡിലുമായിരുന്നു ഇന്ന് ട്രേഡ് ചെയ്തത്. അതുതന്നെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ന് എഫക്റ്റ് ചെയ്തത്. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓട്ടോ അതുപോലെ ബാങ്കിങ് സെക്ടറുകളിൽ ഒരു സെല്ലിംഗ് പ്രഷർ ദൃശ്യമായിരുന്നു. ആഫ്റ്റർനൂൺ സെഷനിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വിസിബിൾ ആയിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് AGR കേസ് ഹിയറിംഗ് ഉണ്ട്. അതുപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ട്രേഡ് ഡാറ്റ തുടങ്ങിയവ റിലീസ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതാണ് പല സ്റ്റോക്കുകളും ഡൗണിലേക്ക് മൂവ് ചെയ്യാനും മാർക്കറ്റിനെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് നയിക്കാനുമുള്ള പ്രധാന കാരണം. ഇന്ന് നിഫ്റ്റി 122 പോയിന്റോളം ഡൗൺ ആയി 11,178 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 202 പോയിന്റോളം ഡൗൺ ആയി 7,677 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 516 പോയിന്റോളം ഡൗൺ ആയി 21,679 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 145 പോയിന്റോളം ഡൗൺ ആയി 15,394 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 219 പോയിന്റോളം ഡൗൺ ആയി 10,758 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 430 പോയിന്റോളം ഡൗൺ ആയി 31,237 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 84 പോയിന്റോളം ഡൗൺ ആയി 18,022 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 25 പോയിന്റോളം അപ്പായി 2,405 പോയിന്റിലും നിഫ്റ്റി ഫാർമ 160 പോയിന്റോളം അപ്പായി 11,640 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി PSU ബാങ്ക് 37 പോയിന്റോളം ഡൗൺ ആയി 1,425 പോയിന്റിലും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 258 പോയിന്റോളം ഡൗൺ ആയി 11,831 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് കോൾ ഇന്ത്യ, JSW സ്റ്റീൽ, സൺ ഫാർമ, സിപ്ല അതുപോലെ NTPC തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ഏഷ്യർ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക് അതുപോലെ ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 433 പോയിന്റോളം ഡൗൺ ആയി 37,887 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് സൺ ഫാർമ, NTPC, ടാറ്റ സ്റ്റീൽ, ടൈറ്റൻ അതുപോലെ ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിന്റ്സ്, ടെക് മഹീന്ദ്ര, റിലയൻസ് അതുപോലെ TCS തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ദൃശ്യമായത്. ഇന്ന് ടെലികോം സ്റ്റോക്കുകളിൽ ഒരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ AGRന്റെ ഹിയറിംഗ് ആണ് 3 o'clock മുതൽ. അതുകൊണ്ടായിരുന്നു ഇന്ന് ഈ സ്റ്റോക്കുകളിൽ ഒരു വൊളറ്റൈലിറ്റി ദൃശ്യമായത്. ഇന്ന് ടയർ സ്റ്റോക്കുകളിലും ഒരു ഡൗൺ ട്രെൻഡ് ആണ് ദൃശ്യമായത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് MRFന്റെ റിസൾട്ട് തന്നെയാണ്. MRF ഒരു വീക്ക് റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടായിരുന്നു ഇന്ന് ഈ സ്റ്റോക്കുകളിലും ഒരു കറക്ഷൻ നേരിട്ടത്. കാരണം ഈ സെക്ടറിലെ മാർക്കറ്റ് ലീഡറാണ് MRF. അതുകൊണ്ട് തന്നെ ഇത് മറ്റു കമ്പനികളെയും എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും എന്നൊരു കൺസേൺ ആണ് സ്റ്റോക്കുകളിൽ പ്രതിഫലിച്ചത്. ഇന്ന് പല ഓട്ടോ സ്റ്റോക്കുകളിലും ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു ദൃശ്യമായത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓട്ടോ സ്റ്റോക്കുകളിൽ നല്ലൊരു റാലി മോഡലായിരുന്നു. ഇന്ന് ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് കടന്നിരുന്നു. ഓട്ടോ സ്റ്റോക്കുകളിൽ ഒരു പ്രഷർ കാണാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഓട്ടോ സെക്ടറിൽ നടക്കുന്ന ഇമ്പോർട്ട് കുറക്കാൻ വേണ്ടി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൽ ഗവൺമെന്റ് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിനുവേണ്ടി എന്തെല്ലാം സ്റ്റെപ്സ് എടുത്തെന്നും ഈ ഓട്ടോ സെക്ടറിലെ പ്രമുഖ കമ്പനികളോട് ചോദിച്ചിരുന്നു. അതും ഇന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിച്ചത്. ഇന്ന് മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മെറ്റലുകളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്ന ന്യൂസും അതുപോലെ കമ്മോഡിറ്റികളുടെ വില കൂടുന്നുണ്ടെന്ന ന്യൂസും ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചിരുന്നു. ഇന്ന് ഫാർമ സെക്ടർ സ്റ്റോക്കുകളിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. ഈ സെക്ടറിലുള്ള പല സ്റ്റോക്കുകളിലും ഒരു അപ് ട്രെൻഡിലേക്കായിരുന്നു മൂവ് ചെയ്തത്. കുറച്ച് നാളുകളായി ഈ സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ദൃശ്യമായത്. ഇന്നൊരു ബൈയിങ് മോഡിലേക്ക് മാറിയതായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു ഗെയിൻ ദൃശ്യമായത്. മറ്റു സെക്ടേഴ്സ് നെഗറ്റീവിലേക്ക് മൂവ് ചെയ്തതും ഈ സെക്ടറിന് ഒരു പോസിറ്റീവ് മൊമെന്റം നൽകിയിരുന്നു. അതുപോലെ ജിൻഡാൽ സ്റ്റീൽസ് ആൻഡ് പവേഴ്സ്, HS റെയിൽ വികാസ് നിഗത്തിന് സപ്ലൈ നൽകി തുടങ്ങിയിരുന്നു. കൊൽക്കത്ത മെട്രോക്ക് വേണ്ടിയായിരുന്നു ഈ ഒരു സപ്ലൈ അവർ എഗ്രി ചെയ്തത്. ഏകദേശം 3000 ടണ്ണോളം HH റെയിലാണ് കൊൽക്കത്ത മെട്രോക്ക് വേണ്ടി ജിൻഡാൽ നിർമ്മിക്കുന്നത്. LG എക്വിപ്മെന്റ് ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ ഷെയറുകളുടെ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1:1 എന്ന റേഷ്യോയിലാണ് അവർ ഷെയറുകൾ നൽകുന്നത്. അതായിരുന്നു ഇന്നീ സ്റ്റോക്കുകളിൽ ഒരു അപ്മൂവിനുള്ള പ്രധാന കാരണമായി മാറിയത്. ഏകദേശം 14% അപ്പായാണ് ഈ സ്റ്റോക്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തത്. ഹിൻഡാൽകോ ഷെയറുകളിൽ ഇന്നൊരു ഫ്ലാറ്റ് മൂവ് ആയിരുന്നു ദൃശ്യമായത്. അവരുടെ റിസൾട്ട് വന്നിരുന്നു. ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 40 കോടിയുടെ ലോസ് ആണ് ഈ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. അതിൽ വൺ ടൈം എക്സെപ്ഷണൽ ലോസ് ആണ് 35 crore. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഫ്ലാറ്റ് മൂവ് ഈ സ്റ്റോക്കിൽ ദൃശ്യമായിരുന്നു. സ്റ്റോക്ക് ഏകദേശം 0.25% അപ്പായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്.
ടാറ്റ സ്റ്റീൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അവരുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ടും സ്റ്റോക്ക് അപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ചില അനൗൺസ്മെന്റുകളാണ്. അതായത് ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ കോസ്റ്റിലും ഒരു ഇംപ്രൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ക്വാർട്ടറിൽ നല്ലൊരു റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. സ്റ്റോക്ക് ഏകദേശം 1.19% അപ്പായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. NTPC ഷെയറുകളിൽ ഇന്നൊരു അപ്പ് മൂവ് ദൃശ്യമായിരുന്നു. അവരുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഗുഡ് റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിരുന്നു. പക്ഷേ പ്രോഫിറ്റിൽ സംഭവിച്ച റിഡക്ഷൻ എന്ന് പറയുന്നത് വൺ ടൈം എക്സെപ്ഷണൽ ലോസ് ആണ്. ഏകദേശം 836 കോടിയുടേതാണത്. അതായിരുന്നു ഈ ലോസിനുള്ള മെയിൻ റീസൺ. എന്നാൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. സ്റ്റോക്ക് ഏകദേശം 1.25% അപ്പായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഹീറോ മോട്ടോകോപ്പ് ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. പ്രോഫിറ്റിൽ ഏകദേശം 95% ഒരു റിഡക്ഷനാണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ ലോസിനുള്ള പ്രധാന കാരണം. അതുപോലെ മാനേജ്മെന്റ് സൈഡിൽ നിന്നും വന്ന തീരുമാനങ്ങളും സ്റ്റോക്കിനെ ചെറിയ തോതിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ചെറിയ തോതിലുള്ള ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ടെന്നും ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോഴേക്കും സെയിൽസിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നാണ് കമ്പനി അറിയിച്ചത്. അതും ചെറിയ തോതിൽ സ്റ്റോക്കിന് ഒരു റെസിസ്റ്റൻസ് നൽകിയിരുന്നു. സ്റ്റോക്ക് ഏകദേശം 0.49% ഡൗൺ ആയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. വോൾട്ട സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. പ്രോഫിറ്റിൽ ഏകദേശം 50% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്നൊരു പ്രഷറിലേക്ക് നയിച്ചത്. സ്റ്റോക്ക് ഏകദേശം 0.85% ഡൗൺ ആയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ബാലകൃഷ്ണ ഇൻഡസ്ട്രി ഷെയറുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. ഇവരുടെ റിസൾട്ടിൽ പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെയും ഇന്ന് നെഗറ്റീവിലേക്ക് എത്തിച്ചത്. സ്റ്റോക്ക് ഏകദേശം 5% ഡൗൺ ആയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സ്പൈസ് ജെറ്റ് ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ജൂലൈയിലെ മാർക്കറ്റ് ഷെയറിൽ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു റിഡക്ഷൻ സംഭവിച്ചത്. സ്റ്റോക്ക് ഏകദേശം 2.09% ഡൗൺ ആയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ബാങ്ക് ഓഫ് ഇന്ത്യ ഷെയറുകളിൽ 2% ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അവരുടെ മാനേജ്മെന്റ് ഏകദേശം 8000 കോടി രൂപയോളം ക്യാപിറ്റൽ സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. QIP വഴിയാണ് ഈ ഫണ്ട് സമാഹരിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായത്. BPCL സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അവരുടെ ഇൻകത്തിൽ വർധനവുണ്ട്. പക്ഷേ സെയിൽസിൽ ഏകദേശം 50% ഒരു റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് ഏകദേശം 2% കറക്റ്റ് ചെയ്താണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ലാർസൺ സ്റ്റോക്കുകളിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് പുതിയൊരു ഓർഡർ വിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2500 കോടി രൂപയുടേതാണ് ഓർഡർ. എന്നാൽ മാർക്കറ്റിലുള്ള ഒരു പ്രഷർ ഈ സ്റ്റോക്കിനെയും ഇന്ന് നെഗറ്റീവ് മോഡിലേക്കാണ് എത്തിച്ചത്. ഇന്ന് ഈ സ്റ്റോക്ക് ഏകദേശം 0.80% ഡൗൺ ആയാണ് ക്ലോസ് ചെയ്തത്. നെസ്കോ ഷെയറുകളിൽ ഇന്നൊരു അപ്പ് മൂവ് വിസിബിൾ ആയിരുന്നു. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. പ്രോഫിറ്റിൽ ഏകദേശം 35% ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. സിറ്റി യൂണിയൻ ബാങ്ക് ഷെയറുകളിൽ ഇന്നൊരു അപ്പ് മൂവ് ദൃശ്യമായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു. പ്രോഫിറ്റിൽ ഒരു റിഡക്ഷനാണ് സംഭവിച്ചതെങ്കിലും അവരുടെ NIA വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എഫക്റ്റാണ് നൽകിയത്. അലുവാലിയ ഷെയറുകളിൽ ഇന്നൊരു അപ്പ് മൂവ് ദൃശ്യമായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ ഓർഡർ ലഭിച്ചിരുന്നു. ഏകദേശം 290 കോടിയോളം വരുന്ന ഒരു ഓർഡറാണ് ലഭിച്ചത്. സ്റ്റോക്ക് ഏകദേശം 3.85% അപ്പായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ട്രെൻഡ് സ്റ്റോക്കുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കമ്പനിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു. ലോസ് ആയിരുന്നു ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 184 കോടി രൂപയോളം ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ റവന്യൂവിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്നൊരു നെഗറ്റീവ് മോഡിലേക്ക് നയിച്ചത്. ഗാർഡൻ റെഡ് ഷിപ്പ് ബിൽഡിംഗ് ഷെയറുകളിൽ ഇന്ന് ഏകദേശം 6% ഒരു ഡൗൺ ട്രെൻഡ് വിസിബിൾ ആയിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. വീക്ക് റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായത്. 3M ഇന്ത്യ ഷെയറുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അവരുടെ റിസൾട്ടിൽ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 42 കോടിയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായത്. ഏഷ്യർ മോട്ടോർ സ്റ്റോക്കുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. 2 വീലേഴ്സിൻ്റെയും കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെയും സെയിൽസിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 84% റിഡക്ഷനാണ് ഈ സീസണിൽ നടന്നത്. അവരുടെ റിസൾട്ടും വീക്കായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ പ്രഷർ ദൃശ്യമായതും സ്റ്റോക്ക് ഏകദേശം 7% ഡൗൺ ആയി ക്ലോസ് ചെയ്തതും.
ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഷെയർ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഷെയർ മാർക്കറ്റിലെ അടുത്ത അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ വീണ്ടും കാണാം.